പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾ അതീവ ഗുരുതരമായ ഘട്ടത്തിലേക്ക് കടക്കവേ തെക്കുകിഴക്കൻ ഇറാനിലെ പ്രധാന തുറമുഖ നഗരമായ ചാബഹാറിനു നേരെ ചരിത്രത്തിലാദ്യമായി ശക്തമായ അമേരിക്കൻ വ്യോമാക്രമണം. വൻകരകളുടെ വാണിജ്യ ഇടനാഴിയായി പ്രവർത്തിക്കുന്ന ചാബഹാറിലെ മാരിടൈം ട്രാഫിക് കൺട്രോൾ റൂം, റവല്യൂഷണറി ഗാർഡിന്റെ നാവിക താവളവും US യുദ്ധവിമാനങ്ങൾ തകർത്തു. 10ഓളം വൻ സ്ഫോടനങ്ങളാണ് നഗരത്തിൽ ഉണ്ടായതെന്നും നഗരത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും വൈദ്യുതി ബന്ധം പൂർണ്ണമായി വിച്ഛേദിക്കപ്പെട്ടതായും പ്രാദേശിക മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചു. ഇറാൻ തീരത്ത് അമേരിക്ക തുടർച്ചയായി നടത്തുന്ന കടുത്ത സൈനിക ആക്രമണങ്ങൾക്ക് പിന്നാലെ അയൽരാജ്യമായ ബഹ്റൈനിലും യുദ്ധഭീതി ശക്തമായി. രാജ്യത്തുടനീളം വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങിയതോടെ ജനങ്ങൾ പരിഭ്രാന്തിയിലായി. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം പൗരന്മാർക്ക് നിർദ്ദേശം നൽകുകയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പോരാട്ടം അയൽ രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നതിന്റെ സൂചനയാണിത്. ഹോർമൂസ് കടലിടുക്കിൽ അന്താരാഷ്ട്ര കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾക്കും ഭീഷണികൾക്കും മറുപടിയായാണ് തങ്ങൾ ഈ സൈനിക നടപടി കടുപ്പിച്ചതെന്ന് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. ഇനിയുള്ള രാത്രികളിലും ഇറാന് നേരെ അമേരിക്ക അതിശക്തമായി ആക്രമണം നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തൽ ഇന്നലെ അവസാനിച്ചതായി ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപ് തന്റെ രോഷം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നത്. തുർക്കിയിലെ അങ്കാറയിൽ നടക്കുന്ന നാറ്റോ യോഗത്തിനിടെ സംസാരിക്കുമ്പോഴാണ് ട്രംപ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. കഴിഞ്ഞ രാത്രി ഞങ്ങൾ അവർക്ക് നേരെ അതിശക്തമായ ആക്രമണം നടത്തി. വളരെ ശക്തമായ ഒരു ആക്രമണമായിരുന്നു അത്. മിക്കവാറും ഇനിയും ഞങ്ങൾ ശക്തമായി തന്നെ തിരിച്ചടിക്കും. ഞാൻ അവർക്ക് ചെറിയൊരു മുന്നറിയിപ്പ് നൽകുകയാണ്. രാത്രി ഞങ്ങൾ അവർക്ക് വലിയൊരു പണി കൊടുക്കാൻ പോവുകയാണ്, ട്രംപ് പറഞ്ഞു. കടലിലെ കപ്പലുകൾക്ക് നേരെ ഡ്രോണുകളും മിസൈലുകളും തൊടുത്തുവിട്ടതിന് ഇറാനെ കുറ്റപ്പെടുത്തിയ ട്രംപ് അവർ വളരെ മോശമായാണ് പെരുമാറുന്നത് എന്ന് പറഞ്ഞു. ഇറാന്റെ ആണവായുധങ്ങൾ ഇല്ലാത്ത രാജ്യമാക്കാൻ വേണ്ടിയാണ് ഈ യുദ്ധം ഉണ്ടായതെന്ന് നാറ്റോ യോഗത്തിന്റെ വേദിയിൽ ട്രംപ് അവകാശപ്പെടുകയായിരുന്നു. ചർച്ചകളിൽ ഇരുപക്ഷവും കാര്യങ്ങൾ സമ്മതിക്കുമെങ്കിലും ചർച്ച കഴിഞ്ഞിറങ്ങി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അങ്ങനെയൊരു ചർച്ചയെ നടന്നിട്ടില്ലെന്ന് ഇറാൻ പറയുമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഞങ്ങൾ ഒരുപാട് പുരോഗതി ഉണ്ടാക്കിയെന്ന് കരുതും. നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് പോലെ ചർച്ചകളിൽ അവർ എല്ലാ കാര്യങ്ങളോടും യോജിക്കും. എന്നാൽ ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടേയില്ല എന്ന് അവർ പറയും. അവർക്ക് ഭ്രാന്താണ്. ആ ആളുകൾക്ക് എന്തോ കുഴപ്പമുണ്ട്. കഴിഞ്ഞ 47 വർഷമായി പശ്ചിമേഷ്യയിലെ ഗുണ്ടകളായിരുന്നു അവർ. എന്നാൽ ഇനി അത് നടക്കില്ല. കാര്യങ്ങൾ വളരെ ലളിതമാണ്. അവർക്ക് ആണവായുധം ഉണ്ടാക്കാൻ കഴിയില്ല. അതിനാണ് ഞാൻ ഇവിടെയുള്ളത്, ട്രംപ് പറഞ്ഞു. രാത്രി ഇറാന്റെ കൂടുതൽ ബോട്ടുകൾ തകർക്കാനും അവരുടെ വൈദ്യുതിയും വെള്ളവും ഇല്ലാതാക്കാനും അമേരിക്കയ്ക്ക് കഴിയുമെന്ന് ട്രംപ് പിന്നീട് പറഞ്ഞു. എന്നാൽ അത് ചെയ്യാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം തിരുത്തിയിരുന്നു. ഇറാനുമായുള്ള സമാധാന കരാർ അവസാനിച്ചതായി ട്രംപ് വ്യക്തമാക്കി കഴിഞ്ഞു. എന്തായാലും ഇനി നടത്താൻ പോകുന്ന ആക്രമണം വളരെ വലുതായിരിക്കുമെന്നും ഇറാന്റെ ഖാർഗ് ദ്വീപ് അമേരിക്കൻ സൈന്യം പിടിച്ചെടുത്തേക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. അമേരിക്ക കടലിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം ഇറാനെതിരെ മാത്രമാണെന്നും മറ്റ് രാജ്യങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാനുമായുള്ള താൽക്കാലിക കരാർ അവസാനിച്ചുവെങ്കിലും ചർച്ചകൾ തുടരാൻ അനുവദിക്കുമെന്നും ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഹോർമൂസ് കടലിടുക്കിലെ കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയതിന് പകരമായി ബന്ദർ അബ്ബാസ്, സിരിക് എന്നീ തുറമുഖ നഗരങ്ങളിലെയും ഖേഷൻ ദ്വീപിലെയും ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്കു നേരെ അമേരിക്ക വലിയ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ പ്രസ്താവനകൾ പുറത്തുവരുന്നത്. ഇതോടൊപ്പം ഇറാന്റെ എണ്ണ വിൽപ്പനയ്ക്കുള്ള അനുമതിയും അമേരിക്ക റദ്ദാക്കിയിട്ടുണ്ട്.